ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തൻ്റെ പേരിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു KP ശങ്കർദാസ് ബഹുമാന്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെയും ജസ്റ്റിസ് സതീഷ് ചന്ദ്രവർമ്മയുടെയും ബെഞ്ചിലാണ് ഈ കേസ് എത്തിയത്. എന്നാൽ KP ശങ്കർദാസിന് വേണ്ടി ഹാജരായ PB സുരേഷ് കുമാർ എന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ തന്നെയാണ് ജസ്റ്റിസ് സതീഷ് ചന്ദ്രവർമ്മ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പോലും ഈ വിഷയം ചൊടിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹർജി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ KP ശങ്കർദാസിന് ഒരു കാരണവശാലും ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നും ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അവിടെ എന്തൊക്കെ നടക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ മെമ്പറായിരുന്ന KP ശങ്കർദാസിന് ഈ വിഷയവുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് കോടതി മുമ്പാകെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എതിരെ ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ നിങ്ങൾ സമീപിക്കുക എന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം വേണം എന്നുണ്ടെങ്കിൽ അത് മറ്റൊരവസരത്തിൽ പരിഗണിക്കാം. അതിനുവേണ്ടി നിങ്ങൾ മറ്റൊരു അപേക്ഷയുമായി സമീപിക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും KP ശങ്കർദാസിനെയും എല്ലാം എടുത്തു കുടയുന്ന ഒരു രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിൽ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി തന്നെ സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2018-19 കാലഘട്ടത്തിൽ KP ശങ്കർദാസ് ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഈ സമയത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല ദേവസ്വത്തിൽ നിന്ന് ശബരിമല ശാസ്താവിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിലെ ഉമ്മറക്കട്ടള പടിയും ഉമ്മറവാതിലുമെല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടി ഇളക്കി കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു അവതാരമാണ് ഇക്കാര്യത്തിന് അവിടെ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുമ്പോൾ സ്വർണ്ണ നിർമ്മിതികളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലിന് വിരുദ്ധമായി ദേവസ്വത്തിന്റെ ആസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായി അറിയുകയും എനിക്ക് അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി ഇത് നിരീക്ഷിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന വിജയകുമാറിനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിന് ശങ്കർദാസിന്റെ മകൻ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പൊതുവെ ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ജാമ്യ ഹർജി നൽകുവാനാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന നിർദ്ദേശം. മാത്രമല്ല നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്ന നിർദ്ദേശങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കണം എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിൽ അവർ ഉന്നയിച്ച, അതായത് തൻ്റെ തലയ്ക്ക് മുകളിലുള്ള ആളുകൾ എടുത്ത തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കുക മാത്രമാണ് ചെയ്തത്, അവർ പറയുന്ന സ്ഥലത്ത് താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെയായിരുന്നു ശങ്കർദാസ് തൻ്റെ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിൽ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളിൽ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്യേണ്ടത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫലത്തിൽ ഇത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ KP ശങ്കർദാസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വിമർശനം ഉണ്ടായത് എന്നാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാണ് ശബരിമലയിൽ ഇത്തരം സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയോ അറിയാതെ ഇത്തരത്തിൽ യാതൊരു കാര്യങ്ങളും ദേവസ്വത്തിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കില്ല എന്ന സാമാന്യ തത്വം പോലും വിസ്മരിച്ചുകൊണ്ടാണ് KP ശങ്കർദാസ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. തനിക്ക് മുകളിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങൾ അംഗീകരിക്കുകയായിരുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ
ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേവസ്വം ബോർഡിനെയും എല്ലാം വെട്ടിലാക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വരുന്നത്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടക്കില്ല. ദേവസ്വം വകുപ്പ് എന്തെടുക്കുകയായിരുന്നു, ദേവസ്വം വകുപ്പ് മന്ത്രി എന്തെടുക്കുകയായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനെയും ദേവസ്വം വകുപ്പിന് മുകളിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെയും എല്ലാം എടുത്തു കുടയുന്ന തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് തന്നെയാണ് സാമാന്യ ജനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പറയുന്നത്. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് KP ശങ്കർദാസിനോട് മാത്രമല്ല, പിണറായി വിജയനോടും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോടും തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും KP ശങ്കർദാസിനും പിണറായി വിജയൻ സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും സ്വർണ്ണക്കൊള്ളയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കേസ് അന്വേഷിക്കുന്ന SIT ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ വിജയകുമാറിന്റെ അറസ്റ്റിന് ശേഷം കടകംപള്ളി സുരേന്ദ്രന് ചോദ്യം ചെയ്യലിന് ശേഷം SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസമാകുമ്പോൾ അത് കൂടുതൽ നിർണായകമാകുന്നു. കാരണം SIT എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയത്, എന്തൊക്കെ വിവരങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന വിജയകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ സമഗ്രമായി തന്നെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ആകാംക്ഷയോടുകൂടി അറിയാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എന്തെല്ലാം തീരുമാനങ്ങളാണ് ഉണ്ടാവുക? കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വിമർശനാത്മകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക്, വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്താത്തത് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത്. അതിനുശേഷം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോഴും KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ SIT മടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയും ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്? സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള വിമർശനാത്മകമായ നിരീക്ഷണവും ഇന്നത്തെ റിപ്പോർട്ടും എന്തൊക്കെയാണ് ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന വിവരങ്ങൾ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുന്നു. അതറിയുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.